5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക്, ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി, പ്രത്യേകിച്ച് പുതിയ ഗവർണർ വന്നതിന് ശേഷം, രാജേന്ദ്ര ആർലേക്കർ വന്നതിന് ശേഷം വലിയ തർക്കം നടക്കുകയാണ്. ഭരണഘടനയാണോ വലുത്, അതോ മറ്റേ ഭാരതാംബയാണോ അതോ ഭാരതമാണോ, ഇങ്ങനെ തർക്കം നടക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും ഈ ഒരു വിഷയമുണ്ടായിരുന്നു. അത് ഭാരതാംബയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു ചില വിഷയങ്ങളിൽ ഭരണഘടനാ സംരക്ഷണം എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാവുന്നുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് കാലമായി വലിയ ബഹളം നടന്നിട്ടുണ്ട് കേരളത്തിൽ. സാക്ഷരതാ മിഷൻ, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സാക്ഷരത പരിപാടി നടന്നു. അവർ പുസ്തകമിറക്കി, വലിയ കാര്യം നടന്നു. പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഭരണഘടനയുടേതാണോ ഭാരതം, ഭാരതത്തിൻ്റേതാണോ ഭരണഘടന? ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടാണോ ഇന്ത്യ ഉണ്ടാക്കിയത്, ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ ഭരണഘടന ഉണ്ടാക്കിയത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നിയമജ്ഞൻ, നിരവധി ബിരുദങ്ങളുള്ള, അദ്ദേഹത്തിൻ്റെ ബിരുദങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ഒരു വീഡിയോ വേണം, ബിരുദങ്ങളുള്ള ഏറ്റവും മഹാനായിട്ട് ഇന്ത്യയിൽ നിയമജ്ഞനായിരുന്ന ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറെയാണ് ഇതിൻ്റെ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ആളായി ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നതിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ദാക്ഷായണി വേലായുധൻ, നമ്മുടെ PS നടരാജപിള്ള, അങ്ങനെ ഒത്തിരി പേരുണ്ടായി. വലിയൊരു സംഭവമായിരുന്നു അത്. ഒരുപാട് പേരുള്ള മാസങ്ങളോളം നീണ്ടു നിന്നൊരു പ്രോസസ്സാണ്. അതിനകത്ത് ബ്രാഹ്മിൺസ് ഉണ്ട്, നമ്പൂതിരിയുണ്ട്, പിന്നെ പല സമുദായത്തിൽപ്പെട്ടവരുണ്ട്. പിന്നെ ശൈവവള്ളാളെയാണ് നമ്മുടെ PS നടരാജപിള്ള, ദാക്ഷായണി വേലായുധൻ മറ്റൊരു സമുദായമാണ്. അങ്ങനെ പല സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഞാൻ സമുദായം പറഞ്ഞത് ഇതൊന്നും ഒരു ഹരിജന പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ നമ്പൂതിരി നായർ ബ്രാഹ്മണ പരിപാടിയൊന്നും ആയിരുന്നില്ല. അതെല്ലാ ജാതി മതത്തിൽ, പിന്നെ വടക്കേ ഇന്ത്യയിലുള്ള ആളുകളുണ്ടായിരുന്നു. ഭരണഘടനയുടെ അന്തസത്ത എന്തായിരിക്കണമെന്നുള്ളത് സംബന്ധിച്ച് ഭാരതത്തിനൊരു ഭരണഘടന ഉണ്ടാകുമ്പോൾ എങ്ങനെയാകണം എന്നുള്ളതാണ് ചർച്ച. അല്ലാതെ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഭാരതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചർച്ച അല്ല നടത്തിയത്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയല്ല ചെയ്തത്, കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുകയാണ് ചെയ്തത്. ലോകത്തെ നിലവിലിരിക്കുന്ന എല്ലാ ലിഖിതമായ ഭരണഘടനയും നമ്മൾ എടുത്തു, എഴുതപ്പെടാതെ പാലിക്കുന്ന ഭരണഘടനകളെ നമ്മൾ എടുത്തു. അങ്ങനെ നിരവധി വിഷയങ്ങളാക്കി മാറ്റി ഭരണഘടനാ സമിതികളെ. ദിവസങ്ങളോളം അവരിന്ന് ഹോംവർക്ക് ചെയ്തു, ഹോംവർക്കിനേക്കാൾ കൂടുതൽ ഡിബേറ്റ് ചെയ്തു. എന്നിട്ട് അവർ തീരുമാനിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം, ഹിന്ദു രാഷ്ട്രമെന്ന് ആരംഭിക്കണോ അത് മറ്റേതൊരു. അവസാനം അത് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്? ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങളെ ഉണ്ടാക്കിയത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടന. അന്നിവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പാർട്ട് 3 അല്ലെങ്കിൽ നാനാജാതി മതസ്ഥരും, ഇവർ രണ്ടുപേരും മാത്രമല്ലല്ലോ, പിന്നെ ബുദ്ധന്മാരും ജൈനന്മാരും പാഴ്സികളും പിന്നെ പഞ്ചാബിലുള്ള പിന്നെ ആളുകളും സിഖുകാരും എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ഗാന്ധിജിയുടെ അന്നത്തെ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ, ആളുകളുടെ നേതൃത്വത്തിൽ രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഒക്കെ ലങ്കയിൽ നിന്ന് വരുന്ന ചിത്രം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇതിൻ്റെ 3-ാം ഭാഗത്ത് ചേർത്തത്. സത്യമേവ ജയതേ എന്ന് തീരുമാനിച്ചത് അന്ന് ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മൂന്നാമത് നീതി, സത്യം, ധർമ്മം, അഹിംസയ്ക്കൊക്കെ വലിയ പങ്കാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നീതി ദേവത എന്ന് പറയുന്നത് സ്ത്രീയാണ്. സുപ്രീം കോടതിയിൽ വരെ വച്ചിരിക്കുന്ന നീതി ദേവതയാണ്, അമ്മയാണ്, ഭാരതാംബയാണ്, ഭാരത മാതാവാണ്. ഭാരതത്തെ സ്ത്രീയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് ഭൂമിയെ സ്ത്രീയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് സ്ത്രീ എല്ലാം ക്ഷമിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലൊന്നുമല്ല. പവിത്രമായി ഭാരതത്തിൽ എന്തുകൊണ്ട് സ്ത്രീയായി കണക്കാക്കി? ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറഞ്ഞിവിടെ ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടായിരുന്നു. ഭാരത സ്ത്രീകൾ ഭാവശുദ്ധിയുള്ളൊരു നാട്ടിൽ സ്ത്രീകളെ മോശമായിട്ടൊക്കെ കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് മനുസ്മൃതിയിൽ കുഴപ്പം പറഞ്ഞു, സ്ത്രീകൾക്ക് അത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല എന്നൊക്കെ വലിയ വിവാദം നടക്കുന്നുണ്ടല്ലോ. സീതയെ ഉപേക്ഷിച്ച കഥകളൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി, ഭാരത സ്ത്രീകളെ പൂജിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ശിവൻ വന്നപ്പോൾ പാർവതി വന്നു, സരസ്വതി വന്നു, ലക്ഷ്മി വന്നു, ബ്രഹ്മാവുണ്ടെങ്കിൽ, അങ്ങനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സരസ്വതിയും ലക്ഷ്മിയും ദേവിയും എല്ലാം വന്നു.
എല്ലാം ബന്ധിതമായി വന്നതാണ്. അങ്ങനെ സ്ത്രീയെ പൂജിക്കുന്ന വലിയൊരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതാംബ വന്നത്. ഭരണഘടനയിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹിന്ദുത്വത്തിൽ ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന RSS BJP ഒക്കെ പറയുന്ന ഒരു ഹിന്ദുത്വം അല്ല കേട്ടോ. നീ ഇപ്പം പറയുന്ന മുസ്ലിം, നീ മുസ്ലിം, ഞാൻ ഹിന്ദു, നീ ക്രിസ്ത്യാനി, നീ പാഴ്സി, അങ്ങനെയല്ല പറയുന്നത്. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ആദ്യത്തെ ആളുകളായിരുന്ന, ആദ്യം ഈ ഭൂമിയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരോ വന്നവരോ രണ്ടും ആയിക്കോട്ടെ, ഒന്നുകിൽ ഉണ്ടായിരുന്നവരായിരിക്കും അല്ലെ വന്നവരായിരിക്കും, ആഫ്രിക്കയിൽ നിന്ന് വന്നവരായിരിക്കും അല്ലെ ഉണ്ടായിരുന്നവർ, ആദ്യമുണ്ടായിരുന്ന ആദിമ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഋഷീശ്വരന്മാരും മുനിമാരും മഹർഷിമാരുമൊക്കെ ഒരു ജാതിയും ഒരു മതവും ഇല്ലാതിരുന്ന കാലത്ത് എഴുതിപ്പിടിപ്പിച്ച സനാതനമായ ധർമ്മം എല്ലാ കാലത്തും മനുഷ്യൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ധർമ്മ സംഹിതകൾ എഴുതി. അങ്ങനെയാണ് വേദങ്ങളിൽ ഇത് വരുന്നത്, അങ്ങനെയാണ് പുരാണങ്ങളിൽ വരുന്നത്, ഇതിഹാസ കഥകളൊക്കെ വരുന്നത്. അതിനകത്ത് ഈ ജാതിയും മതമൊന്നും അങ്ങനെ എഴുതി വച്ചിട്ടില്ല. അവിടെ ചാതുർവർണ്ണയമുണ്ട്, അത് വേറെ വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ട വേറെ മറ്റു വിഷയമാണ്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന 100,000 ജാതിയൊന്നും അതിനകത്ത് എഴുതി വച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് ഈ സത്യവും ധർമ്മവും നീതിയും അഹിംസയൊക്കെ അതിനകത്ത് വന്നത്. ഇതാണ് ഗാന്ധിജി എടുക്കുന്നത്. ഈ സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുന്നു. ഭരണഘടനയുടെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ചാൽ, അതിൻ്റെ അന്തസത്ത മുഴുവൻ പരിശോധിച്ചാൽ തീർച്ചയായും അതിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഇന്ത്യൻ ഹിന്ദു സംസ്കാരത്തിൻ്റെയും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ ഹിന്ദു സംസ്കാരം അതിൽ ഇൻക്ലൂസീവായിട്ട് മുസ്ലിംസും ക്രിസ്ത്യാനിയും എല്ലാം ഉണ്ടായിരുന്നു അന്ന്. ഇന്നത്തെ പോലെ മാറി നിന്ന് തമ്മിലടിക്കുന്ന കാലമൊന്നും ആയിരുന്നില്ല. ആ കാലത്തെ എടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്ന കാര്യം ഇന്നിപ്പോൾ തർക്കിക്കുന്നത് ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയായിട്ട് രൂപീകരിച്ചു, ഇല്ല അമേരിക്കയെ കൊണ്ട് റെഡ് ഇന്ത്യൻസിനെ അടിച്ചു കളഞ്ഞിട്ട് അമേരിക്ക രൂപീകരിച്ചതുപോലെ കുറച്ച് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലെ കുറച്ച് പേര് ഇങ്ങോട്ട് വരൂ, ഇവിടെ ഒരു ഭരണഘടന ഉണ്ടായിരിക്കുകയാണ് 47-ൽ, ബാക്കിയുള്ളവരെല്ലാവരും പോകൂ, നിങ്ങൾ നിൽക്കുന്നവർ നിൽക്കൂ എന്ന് പറഞ്ഞ് രാജ്യമുണ്ടാക്കി ഭരണഘടനയ്ക്ക് പറ്റുമെന്നുള്ള ഇവിടെ നിന്നുള്ള എല്ലാത്തിനും പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയല്ല, നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്ന സംസ്കാരത്തെയും ഭാഷയെയും ചരിത്രത്തെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് ഭാരതത്തിന് വേണ്ടി ഉണ്ടാക്കിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല ഭാരതം, ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഭരണഘടന. ആ ഒരു ചിന്ത നമ്മൾ ആരൊക്കെ തർക്കിക്കുമ്പോഴും ഉണ്ടായിരിക്കുക. നമ്മുടെ ശിവൻകുട്ടി സാർ പറഞ്ഞാൽ ഏതോ ഒരു സഹോദരിയുടെ കയ്യിൽ ഒരു കൊടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സഹോദരി എന്തിനാണ് ഇങ്ങനെ രാജ്ഭവൻ്റെ അവിടെ ഒരു ചിത്രത്തിലൊരു കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ശിവൻകുട്ടി സാർ പറയുന്നത് ശരിയല്ല. അത്ര ലളിതമല്ല ഭാരതത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ സംഹിതകളും ഇവിടുത്തെ സംസ്കാരവും എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക.